കർണാടക രാമനഗര ദയാനന്ദ സാഗർ കോളേജിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി അനാമികയുടെ മരണത്തിൽ കോളേജ് മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്നാണ് അനാമിക ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. എന്നാൽ ആരോപണങ്ങൾ കോളേജ് മാനേജ്മെന്റ് തള്ളിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അനാമിക ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത് എന്താണ്? സുഹൃത്തുക്കളും മറ്റു വിദ്യാർത്ഥികളും ആരോപിക്കുന്നത് പോലെയാണെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദം അനാമിക നേരിട്ടിരുന്നു. നമ്മൾ സെം എക്സാമിന് പാസ്സായാലും നമ്മൾ ഇന്റേണൽ എക്സാം നമ്മളെ പൊട്ടിക്കും. അത് പറയുന്ന റീസൺസ് പറഞ്ഞാൽ അത്ര നമ്മൾ ടൗണിൽ നിന്ന് കണ്ടു, അതേപോലെ ഒരു ചെക്കന്റെ കൂടെ കണ്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റീസൺസിനാണ് ഇവര് ഈ പൊട്ടിക്കുന്നൊക്കെ പറയുന്നത്. എക്സ്ട്രാ ഫീ വാങ്ങും 7K വെച്ചിട്ട് 7000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇപ്പൊ ഒരു വർഷം 2 സെമ്മാണ് വന്നത്. ഇപ്പൊ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഏതെങ്കിലും ഒരു സബ്ജക്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1.5 ലക്ഷം രൂപ പിന്നെ അടയ്ക്കേണ്ടി വരും. മലയാളി വിദ്യാർത്ഥികളോട് വിവേചനപരമായി പെരുമാറുന്നുവെന്നും ആരോപണമുണ്ട്. മലയാളികൾ വേറെ രീതിയിൽ, ഇങ്ങനെ കർണാടകക്കാർ വേറെ രീതി, അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അവരുടെ ബിഹേവിയറിൽ കൂടെ. ഇങ്ങനെ ഇപ്പൊ ഈ കുട്ടിക്ക് പറ്റിയ പോലെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് ഒരു ക്രിമിനലിന്റെ പേര് അവരെ ഇങ്ങനെ ചാർത്തി. കർണാടക പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുമെന്ന് അനാമികയുടെ കുടുംബത്തിന് പ്രതീക്ഷയില്ല. ഇവരെല്ലാം പൊളിച്ച മൊത്തിനു ആ പൊളിച്ച തൊട്ട് ഉച്ച വരെ നമ്മളെ സ്റ്റേഷനിലാണ് ഉണ്ടായത്. ആ കാര്യങ്ങളായിട്ട് ഒന്നും സ്പീഡാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ബോഡി ഇവരെ കുട്ടീൻ്റെ അച്ഛനെ കാണിക്കുന്നത് തന്നെ. അതും ഹാങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് കോളേജ് മാനേജ്മെന്റ്. Usually in the college to maintain the discipline when students are absent for a long period, when they fail in the exams or any untoward incidents happen when discipline is not maintained, such things usually is informed to the parents. They call the parents as well as they send the mails also to the parents. സംഭവത്തിൽ ഹരോഹള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ക്രൂരമായ മാനസിക പീഡനം അനാമിക നേരിട്ടിരുന്നുവെന്നാണ് സുഹൃത്തുക്കളും മറ്റു വിദ്യാർത്ഥികളും പറയുന്നത്. അതിൽ നീതിയുക്തമായ പോലീസിന്റെ അന്വേഷണം ഉണ്ടാകുമോ എന്ന സംശയം അനാമികയുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമുണ്ട്. മുൻകാലത്തുണ്ടായതുപോലെ കേവലം ഒരു ആത്മഹത്യാ കേസായി അവസാനിക്കാതിരിക്കാൻ കേരള സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ്. രാമനഗരിയിലെ ദയാനന്ദ സാഗർ കോളേജിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24.